കുഴപ്പമില്ല. ഇന്ന് 20 വർഷത്തിന് ശേഷം എൻ്റെ ഭാര്യ മരിച്ചത്. ഇന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. ചേട്ടാ, നിന്നെ പോലുള്ളൊരു സുന്ദരി എനിക്ക് സെറ്റായില്ലേ. ഈ സംഭവം ഞാൻ ഒരു മനുഷ്യ കുഞ്ഞിനോട് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ ബന്ധുക്കളോടും പറഞ്ഞില്ല, എൻ്റെ മകനോടും പറഞ്ഞില്ലേ. അപ്പം മകനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ ഇത് പറഞ്ഞില്ല? പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ ചൈനയിലല്ലേ? ചൈനയിലാണോ? ജപ്പാനിലല്ലേ? ജപ്പാൻ. എനിക്കങ്ങനെ മറവിയൊന്നും ഇല്ല കേട്ടോ, പ്രായത്തിൻ്റെതായിട്ടുള്ള. ചൈനയുടെ അടുത്ത് തന്നെയാണല്ലോ ജപ്പാൻ. ആണോ? അവര് ചൈനയിലാണ്. പിന്നെ എന്താ വെച്ചാൽ മാസം മാസം അവൻ ശമ്പളം അയച്ചു തരും. ഇങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നോക്കൂല. ഈ ശമ്പളം വെച്ച് നമുക്ക് പൊളിക്കാൻ. നീ എന്റെ കാശ് കണ്ടിട്ട് വന്നൊന്നും അല്ലല്ലോ. അയ്യോ അല്ല. ആരാ വിളിക്കാന്നറിയോ? ഞാന് കുങ്കുമപ്പൂവിനും ബദാമിനും പാലിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനെ? അതൊക്കെ കാണാം. ഹലോ ഹലോ പപ്പ. കപ്പയല്ല, കുങ്കുമപ്പൂവും പാലും അണ്ടിപ്പരിപ്പും. അതല്ല പപ്പ, ഞാൻ പപ്പയുടെ മകനാണ് പപ്പ. ജപ്പാൻ ഇത് വിളിക്കുന്നു. മോനെ. ആ പപ്പ. എന്നാ ഉണ്ടാ പപ്പ? സുഖമാണ് പപ്പ. പപ്പ, പപ്പയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് പപ്പ. സർപ്രൈസോ? അതെ പപ്പ. പപ്പ നാളെ വിഷു അല്ലേ പപ്പ? അല്ല, നിനക്കും ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. അതല്ലേ പപ്പ? പപ്പ നാളെ വിഷു അല്ലേ? അതെ അതെ. ഞാൻ നാളെ നാട്ടിൽ വരുന്നുണ്ട്. പപ്പയോടൊപ്പം ഈ വിഷു നമുക്ക് അടിച്ച് പൊളിക്കണം പപ്പ. ഹലോ പപ്പ. ഞാൻ മാറ്റാം. പപ്പ. മോനെ. പപ്പ പിന്നെ അമ്മ മരിച്ചിട്ട് 20 വർഷമായില്ലേ? പപ്പ അവിടെ ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്ക് എന്നൊക്കെ പറയാം. പപ്പ ഒരു കാര്യം ചെയ്യ്. പപ്പയ്ക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പപ്പ അവിടെ ഒറ്റയ്ക്കല്ലേ? പപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതെ. മോനിവിടെ ഒരു ഗിഫ്റ്റ്. മോനിവിടെ വന്നുമ്പോ എന്നോടൊന്നും പറയരുത്. ഇല്ല ഒന്നും പറയില്ല. ഓക്കെ പാപ്പ. ഓക്കെ പാപ്പ. അവനെ അവൻ വിഷുവായിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന്. അതെയോ? അതേ നീ. അവൻ എനിക്കൊരു ഗിഫ്റ്റുമായിട്ട് വരണേന്ന്. അവന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാ വല്ല സ്പ്രേയോ തീപ്പെട്ടിയോ സിഗരറ്റ് വല്ല ആയിരിക്കും. അല്ലാതെ പിന്നെ നമുക്ക് ഇന്ന് നമ്മളൊരു ശാന്തി മുഹൂർത്തമാണെന്ന്. വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെ പാപ്പ? എന്താണ് മോനെ ഇത് വലിച്ചോണ്ട് വന്നേക്കണത്? ഇതാണ് പപ്പ ട്രോളി ബാഗ്. ഇപ്പൊ ബാഗൊക്കെ ട്രോളി തുടങ്ങിയോ? ഈ കോമഡിക്കുള്ള ട്രോളും പപ്പയ്ക്ക് വെളിയിൽ നിന്ന് കിട്ടും. അതെ പപ്പ. അതെ അതെ അതെ. കണ്ണു കണ്ണിൽ കൊണ്ട് നിമിഷം മുതൽ കളിയാടി തോൽക്കുകയാണ് നെഞ്ചൻ. പപ്പ ആരാ പപ്പ? ഇതാണോ പപ്പ ഗിഫ്റ്റ്? ഇതാണോ പപ്പ പറഞ്ഞ ഗിഫ്റ്റ്? ഇതാണോ പപ്പ? അല്ല മോനെ. ഇതാണോ പപ്പ? ഹായ്. എനിക്ക് കെട്ടിപ്പിടിക്കുന്നു. എന്നോട് കെട്ടിപ്പിടിച്ച ഇതാണോ പപ്പ? ഇതാണോ പപ്പ പറഞ്ഞ? അല്ലല്ല മോനെ, നമ്മുടെ അയ്യോ എന്റെ പപ്പയ്ക്ക് വിക്ക് വന്നേ. എന്റെ പപ്പയ്ക്ക് വിക്ക് വന്നു. ഇല്ലല്ല, ഞാൻ ഒന്നും വിൽക്കൂല. പിന്നെ അതല്ല പപ്പ. ഇതാരാണ് പപ്പ? ഇത് ഇവിടുത്തെ വേലക്കാരിയാണ്. വേലക്കാരിയാണോ പപ്പ? ഇന്ന് നല്ല വേലക്കാരിയല്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ടു പപ്പ. ഞാനും അവിടെ വേലക്കല്ലേ പപ്പ നിൽക്കുന്നത്? വേലക്ക? അപ്പൊ നീ നേഴ്സാന്നല്ലേ പറഞ്ഞ? നീ നമ്മളെല്ലാം ഈ ഭൂമിയിലെ വേലക്കാരല്ലേ പപ്പ? അതെ അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടു പപ്പ. എനിക്ക് കുട്ടിയെ കണ്ടിതാ പപ്പ. പിന്നെ നീ മാറ്റോട്ടെ. നീ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? പിന്നെ പപ്പ വരും. അതാണ് ഇവിടെ ഇത്ര നാളുകൂടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അപ്പൊ എന്റെ പപ്പയെ നോക്കാനും പരിചരിക്കാനും ഞാൻ ജപ്പാനിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ജപ്പാനിൽ നിന്ന് വലിയ ജപ്പാൻ സുന്ദരിയായിരിക്കും. ഇതൊക്കെ എന്ത് ഒറ്റ വിളിക്ക് കയറി വന്നല്ല. അപ്പൊ ഇവളുടെ സ്വഭാവം എന്തായിരിക്കും? ജപ്പാൻ സുന്ദരി എന്നെ മതി. പറയൂ പപ്പ. എന്റെ ഗിഫ്റ്റ് നീ കൊണ്ടുവന്നത്. എന്റെ ഗിഫ്റ്റ് ഞാൻ വിളിക്കാം പപ്പ. ഗിഫ്റ്റ് കൊണ്ടുവരാം. വിളിക്കാം പപ്പ. ആൻഡ്രോയിഡ് തങ്കമ്മ. തങ്കമ്മേ.
എങ്ങനെ സാധനം എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. കൊള്ളാം. എന്നാ പിന്നെ മമ്മൂട്ടി കാണിക്കോ? മമ്മൂട്ടിയെ കാണിക്കുമോ? പിന്നെ തങ്കമ്മേക്ക മമ്മൂട്ടി മിമിക്രി പതായിക്കോ. ചെക്കായ ഇതൊക്കെ അങ്ങനെ തോന്നുന്നു കേട്ടോ. എടാ ഇത് കംപ്ലൈന്റ്. ഇല്ല കപ്പലല്ല ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ ചന്ദനലേപസുഗന്ധം ചൂടിയ എടാ ഇത് എങ്ങനെ ചൈനയിലുള്ള ഒരു മമ്മൂട്ടിനെയൊക്കെ എങ്ങനെ? എല്ലാ സെറ്റപ്പും ഉണ്ട്. അയ്യോ പപ്പയെ പൊന്ന് പോലെ നോയിക്കോളൂ പപ്പ. എടാ, ഈ ചൈനയിലുള്ള ആള് പപ്പ പറയും പപ്പ എപ്പോഴാണ് നമ്മുടെ കല്യാണം പപ്പ? എടാ ഞാനൊരു കാര്യം പറ്റേ, ഇപ്പം ഈ ഫസ്റ്റ് നൈറ്റിൽ എങ്ങാനും സ്റ്റക്കായി പോകുന്നു. ഇല്ല ഇല്ല ഒരു കുഴപ്പമില്ല. പിന്നെ 100% പ്രൂവ്ഡ് പ്രോഡക്റ്റ് ആണ് പപ്പ. രജനീകാന്തിനും കൂടി ഒന്ന് കാണിക്കാവോ? രജനീകാന്ത സിമ്പിൾ അല്ലേ? രജനീകാന്ത് No, Rajinikanth, no, no, Rajinikanth, only 1, 2 figure, no, 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 Rajinikanth. അതെന്താ അറിയാമോ? വയ്യാത്തോണ്ടാണ്. അതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ വയ്യ. ഇനി എന്ത് വേണം? സണ്ണി ലിയോൺ ഒന്ന്. പപ്പ അതിനല്ല എടാ ഇത് വർക്കിംഗ് ആണോന്ന് അറിയണ്ടേ? ഓക്കെ കാണിച്ചു നോക്കാം. Sunny Leon. Sunny Leon, Sunny Leon, Sunny Leon, come on baby, oh yeah baby, come on, come on baby, Sunny Leon, Sunny Leon, Sunny Leon, come on baby, oh yeah baby, Sunny Leon, Sunny Leon. എടാ ഇതിന്റെ സ്വിച്ച് ഒന്ന് നോക്കിയാടാ. പപ്പ മതിയാ പപ്പ മതി പപ്പ എങ്ങനെയുണ്ട് പപ്പ? എടാ ഇതിനെ ഇങ്ങനെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാളെ കൊണ്ടുവന്ന് വെച്ചോളാം. പപ്പ സിമ്പിൾ ആണ് പപ്പ. ചേട്ടാ നമുക്ക് ലിങ്ക് ചെയ്യാൻ സമയമായി. ചേട്ടാ അവർ ലിങ്ക് ചെയ്ത സമയത്ത് നമുക്കൊന്ന് ഹഗ് ചെയ്താലോ? കുട്ടിക്ക് എന്നോടൊപ്പം ജപ്പാനിൽ വരുന്നതിന് താല്പര്യമുണ്ടോ? അയ്യോ ജപ്പാനിന്ന് കേട്ടത് തന്നെ എനിക്ക് പേടിയാണ്. അതെന്ത് പറ്റി? അതെനിക്ക് പണ്ട് ചെറുപ്പത്തിലേ ജപ്പാൻ ജ്വരം വന്ന് അങ്ങനെ പേടിച്ച. ജപ്പാൻ ജ്വരം വേറെ, ഇത് ജപ്പാൻ കൺട്രി അല്ലേ? അതെ 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 അതെ. കുട്ടിക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. എനിക്ക് 2 ഉണ്ട്. ഒരെണ്ണം ഞാൻ തരാം. ആണോ? പിന്നെ എയർപോർട്ടിൽ നിന്ന് ആരും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ എമിഗ്രേഷൻ ആരും ചോദിക്കും, നീ കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ കയറി പോവാം. ജപ്പാനിൽ എവിടെയാ ചേട്ടൻ? ഞാൻ നാഗസാക്കി. നാഗസാക്കി എവിടെയാണ്? അത് ഹിരോഷിമ തൊട്ടുപുറത്ത് കവാസാക്കിയുടെ ഇടയിൽ. മൊത്തത്തിൽ ആക്കിയാണല്ലേ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെയൊക്കെ പോകുന്നു ഇവിടെ. പിന്നെ മോനെ എന്ത് പറ്റി പപ്പ? പാപ്പ പെട്ടെന്ന് ഫ്രീക്ക് ആയല്ലോ പപ്പ. ഫ്രീക്കല്ലടാ. പിന്നെ ഞാൻ ആ എണ്ണം കെട്ട തങ്കമ്മയുടെ റൂമിൽ ചെന്നിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചതാ. എന്നിട്ട് അവിടെ എന്താ നടന്നത് ഒന്നും മനസ്സിലായില്ല. ഒരു പൊട്ടലും ചീറ്റിലായിരുന്നു. തൃശ്ശൂർ പൂരായിരുന്നു. പപ്പയുടെ കാര്യം ട്രൈ ചെയ്യ്. ചെയ്യാനാ
അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇന്ന് തന്നെ ജപ്പാനിലേക്ക് മടങ്ങിയാണ്. അപ്പം അമ്മാവൻ അനുഗ്രഹം മേടിക്കൂ. അനുഗ്രഹിക്കും പപ്പ എന്നെ. ഓക്കെ, ഞാൻ പോട്ടെ പപ്പ, ഞങ്ങൾ പോട്ടെ പപ്പ. നീ ഇതിനാക്കിട്ട് പോലെടാ നീ. ഇല്ല പപ്പ, എൻജോയ് ചെയ്ത് ജീവിക്കൂ പപ്പ. വരൂ വരൂ, പെട്ടിയെടുത്തോ. അല്ല, അതോടെ ഇരുന്ന് പുഴുക്കും. ഓക്കെ പപ്പ, ടാറ്റ പപ്പ. എടാ മോനെ, ഈ കിണ്ടറിയോടെ കളിപ്പാട്ട എന്റെ അടുത്ത് നിർത്തിയിട്ട് പോവാനോടെ. ചേട്ടാ വാ ചേട്ടാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. ഇങ്ങനെ ഉണങ്ങി നിൽക്കാതെ വാ, പോയി നമുക്ക് ലിങ്ക് ചെയ്യാം. ഞാന് 5G ഭയങ്കര സ്പീഡാ. എടി തങ്കമ്മേ, നീ 5G ആയിരിക്കും, ആ. പക്ഷെ ഞാൻ 3G ആണ്. 3G എന്ന് വെച്ചാ എന്റെ ജീവിതം 3G. ഹൃദയവാണി ചേട്ടാ, ചേട്ടൻ ഞങ്ങൾ ഈ ഗേൾസിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയല്ലേ, ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? എവിടെയാണ് എവിടെയാണ് എവിടെയാണ്? അങ്ങനെ കാണിക്കില്ലേ? എന്താ? അതെന്റെ ആക്ഷനാണ്. ഓ ശരി ശരി, എങ്കിൽ ചേട്ടൻ പറ, ഞങ്ങളിൽ ആരെയാണ് ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് കുട്ടിയാണ് വലിയ ഇഷ്ടം. എന്നെയോ? അതെ. അയ്യോ താങ്ക് യു ചേട്ടാ. ഇപ്പഴും തങ്കുച്ചേട്ടനാണോ മനസ്സിലെ? അയ്യോ തങ്കുച്ചേട്ടാന്നല്ല, താങ്ക് യു ചേട്ടാന്ന്. ഞാൻ കുട്ടിയെ ഒന്ന് തൊട്ടോട്ടെ? അതിനെന്താ, തൊട്ടോ. അയ്യോ എന്താ പറ്റി? എന്താ പറ്റി? ഈ തേപ്പൊട്ടി ചൂടാണ് എപ്പോഴും. ഈ തേപ്പൊട്ടി ചൂടായതുകൊണ്ട് എനിക്ക് വേണ്ട. എന്താ കുട്ടിയുടെ പേര്? ഐശ്വര്യ. പേരിൽ ഐശ്വര്യമൊക്കെ ഉണ്ടെങ്കിലും കുട്ടിയുടെ ഗെയിം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിയും വേണ്ട. എന്താ കുട്ടിയുടെ പേര്? ആതിര. പേര് ആതിര. സീരിയലിൽ വർക്ക് ചെയ്യുന്നു. ആതിര പാതിരയായിട്ട് സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നിട്ട് എന്ത് കാര്യം? മുടി ക്രോപ്പ്, തലയ്ക്ക് ക്രാക്ക്, നിന്നെ കെട്ടിയാൽ പ്രാക്ക്. എങ്ങനെയുണ്ട് എന്റെ പ്രാസ കോമഡി? അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ ഓരോ വീട്ടിൽ കയറി ആളെ കൊല്ലുന്നു. അപ്പോ ഡയാന എന്നെ ഡൈ ആക്കൂലെന്ന് എന്ത് വിശ്വസിക്കാൻ പറ്റും? ഡയാന, അതുകൊണ്ട് കുട്ടിയും വേണ്ട, വേറെ നെക്സ്റ്റ് നോക്കാം. വേറെ ആരും ഇല്ല. ഇല്ലേ? നാലുപേരേ ഉള്ളൂ. ഞാനൊരു കൺഫ്യൂഷൻ കാരണം കൊണ്ട് മറന്നുപോയതാണ്. എനിക്ക് ഡയാനയാണ് ഇഷ്ടം. ചേട്ടന് ഹിറ്റ്ലർ മാധവൻകുട്ടി ചേട്ടനെ പേടിയില്ലേ? ഇതൊക്കെ ഞങ്ങളുടെ ചേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ. ഈ പേടിത്തൊണ്ട. എന്റെ പട്ടി പേടിക്കുന്നുണ്ട് മാധവൻകുട്ടീനെ. പിന്നെ എന്തിനാ ഓടിയത്? ആ പട്ടി പേടിച്ചൊന്ന് നോക്കാൻ പോയതാണ്. നിന്റെ മാധവൻകുട്ടി ചേട്ടനെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും ഞാൻ കുട്ടിയെ കെട്ടിയിരിക്കും. അയ്യേ പൊട്ടൻ, ഇയാൾ എന്തോ പറഞ്ഞത്? ചേട്ടനെ കൊന്ന ഇയാൾ ജയിലിൽ പോയി ഇയാൾ ഇങ്ങനെ നമ്മളെ കെട്ടും. അവിടെയാണ്
എനിക്കില്ലാത്ത സംഭവം കുട്ടി ചിന്തിക്കേണ്ടത് അതെന്താ? ബുദ്ധി. ഇയ്യോ. വേറെ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് ഞാൻ കിടക്കുന്ന സെല്ലിലേക്ക് കുട്ടി കയറി വരണം. അപ്പൊ നമുക്കവിടെ സുഖമായിട്ട് കഴിയാൻ പാടില്ലേ? വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. ചേട്ടൻ എന്തിനാ ചേട്ടൻ ഈ കൗണ്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കൂവുന്നത്? എന്റെ സ്കിറ്റിന്റെ അവസാനം വേറെ ആരെയും കൂവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ കൂവും. ചേട്ടാ സാറി. അല്ല ഇതിനകത്ത് ഇംപ്രവൈസ് ചെയ്തപ്പോൾ ഹൃദയഭാനുവിനുള്ള ചിരിയല്ല ഈ ഇട്ടിരിക്കുന്നത്. അത് വേറെ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ചിരിയാണ് ഇട്ടിരിക്കുന്നത്. മിമിക്രി കലാകാരന്മാർ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ആവിഷ്കരിക്കാറുണ്ട്. എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞെടുക്കുന്ന ചിരി ഒന്ന് ബാച്ചിലേഴ്സിൻ്റെ അതൊരെണ്ണം സംഭവം എടുക്കും. അത് ഒന്ന് കൂട്ടി തന്നെ ചെയ്യും. കാരണം വെച്ചാൽ അതേപടി അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇപ്പോൾ സത്യൻ മാഷിനെ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസം വരാറുണ്ട്. സത്യൻ മാഷ് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് ഫലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് പലരും. ഇപ്പം ജയൻ അവതരിപ്പിക്കുന്നത്, മിമിക്രി അവതരിപ്പിക്കുമ്പോൾ എന്തുമാത്രം വലിച്ചു നീട്ടിയാണ് സംസാരിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് അത്രയൊന്നും നീട്ടിയിട്ടില്ല. അപ്പം മിമിക്രിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം എക്സാഗ്രേറ്റ് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ജഗദീഷിനുള്ള ഫീലിംഗ് ജഗദീഷിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ. പ്രത്യേകിച്ച് എനിക്കൊരു ദേഷ്യം ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. കാരണം വെച്ചാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ വളരെ നന്നായിട്ട് അനുകരിക്കുന്നവരുണ്ട്. കുറച്ച് അതിനുവേണ്ടി പരിശ്രമം നടത്തുന്ന രീതിയിൽ അറ്റംപ്റ്റാണ്. ഈ അറ്റംപ്റ്റ് എന്ന് പറയുമ്പം എന്നെ ഏൽപ്പിക്കാനുള്ള എൻ്റെ ക്യാരക്ടർ പ്രേക്ഷകരിലേക്ക് ഏൽപ്പിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ഓൾ ടോട്ടൽ ഡാൻസ് നന്നായിരുന്നു. ശോഭനയുടെ നേതൃത്വത്തിൽ അന്ന് ഡാൻസ് കളിച്ചതിൻ്റെ ചെറിയ ഓർമ്മ ഇവരുടെ ഡാൻസ് കണ്ടപ്പോൾ ഉണ്ടായി. ചേട്ടാ അടുത്തതായിട്ട് ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ചേട്ടന്റെ അതാരാ വരാൻ പോണേ? പ്രായിക്കര പാപ്പനിലെ ഒരു അടിപൊളി സോങ്. അപ്പൊ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് തങ്കു എത്തുകയാണ്. തങ്കുവിന്റെ കൂടെ ദേവിക്കുട്ടി. ഓക്കെ ചേട്ടൻ റെഡിയല്ലേ? എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
കുഴപ്പമില്ലായിരുന്നു. ഇത് MG ശ്രീകുമാറോ യേശുദാസോ ജയചന്ദ്രന്റെ പാടിയ പാട്ടല്ല, ഇത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ്. എന്തായാലും പാട്ട് നന്നായിരുന്നു. ആ അഭിപ്രായമാണ് എനിക്കുള്ളത്. നന്നായിരുന്നു, നല്ല സൂപ്പറായിരുന്നു, നല്ല രീതിയിൽ പാടി. അത് മാത്രമല്ല ശരണം നന്നായിരുന്നു, പല്ലവി നന്നായിരുന്നു, അനുപല്ലവി നന്നായിരുന്നു. മൊത്തത്തിൽ ഞാൻ ഈ വോയിസിന് കൊടുക്കുന്നത് 100-ൽ 100 മാർക്കാണ്. ചേട്ടാ ചേട്ടൻ എന്ത് പറ്റി? അല്ല, ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് കോമഡി ഷോയിലെ ജഡ്ജ്മെന്റ് ആണെന്ന് വിചാരിച്ചു. നിനക്കറിയാമോ കരയാമ്പ് ബിരിയാണി ഇടുന്ന സാധനമല്ലേ? ഇതിൽ കരയാമ്പ് മാത്രമല്ല, അതിനകത്ത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഇട്ട് അതിന് ദം ബിരിയാണി ഉണ്ടാക്കി ഇതിന്റെ അപ്പൂപ്പന് ആറ്റങ്ങളുള്ള അപ്പൂപ്പന് കൊടുക്കും. കരയാമോ എന്നല്ല, നിനക്കറിയാമോ ഇന്നലെ ഒരു ജോഷിയർ രാജി നോക്കി അല്ല രാശിയോടെ പോയി ഡയലോഗ് പറയുമ്പോ ഒന്നാതെ തപ്പിയാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ ഇത് തെറ്റിക്കരുത്. ഇന്നലെ ഒരു ജോഷിയർ എന്റെ ജാതകം നോക്കി, എനിക്ക് 30 വയസ്സ് കഴിയുമ്പോ എനിക്ക് മാലയോഗം, 60 വയസ്സ് കഴിയുമ്പോ കപ്പുയോഗം, എന്റെ വാതരോഗം. അപ്പൊ ഞാൻ ഇനി പണിക്ക് പോണ്ടേ? അങ്ങനെ നീ പണിക്ക് പോയാൽ എനിക്കത് രാജയോഗം. കണിയാരെ ഒന്ന് പോയി കണ്ടാലോ? എന്തിനാ പറയൂ, ആ തമാശ എന്തിനാണ് പറയൂ. അല്ല, ഈ സ്കിറ്റിന്റെ ഒരു പോക്ക് കണ്ടിട്ടേ ഇതിന്റെ ഒരു ഭാവി അറിയാനാ. ഇതിന്റെ ഭാവി അവരെ ഫ്രണ്ടിൽ ഇരിക്കുന്നവര് നമുക്ക് പ്രസാദമായിട്ട് കയ്യിൽ തരും. അതുകൊണ്ട് അത് പേടിക്കണ്ട, കയ്യോടെ ചെന്നത് വാങ്ങാം കേട്ടോ. കുഴപ്പമില്ലല്ലോ, നന്നായിട്ടുണ്ടല്ലോ. ഓക്കെ. ഇനി തൊട്ട് ഇവളാണ് എന്റെ പുതിയ കോംബോ. എല്ലാരും സപ്പോർട്ട് ഉണ്ടാകുക, എല്ലാരും പ്രാർത്ഥന ഉണ്ടാകുക. നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും നാടകം. ആ കൊച്ചിന് A+ കിട്ടിയത് നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ അല്ല, എനിക്ക് ലാസ്റ്റിലെ MG ശ്രീകുമാറിന്റെ ചിരി ഭയങ്കര നല്ലതായിരുന്നു. മറ്റേ ചെമ്മീൻ സ്കിറ്റിലെ സത്യൻ മാഷ് അടിപൊളിയായിരുന്നു. ചെയ്തത് ശ്രീകണ്ഠൻ നായർ സാറ് കൊള്ളായിരുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്ത് അവരെ ഈ പറഞ്ഞു തന്നവർ സ്ക്രിപ്റ്റ് എഴുതിയവർ ചോദിച്ചോക്ക്. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പ്രായിക്കര പാപ്പാനിലൂടെയാണ് ഞാനൊരു പിന്നണി ഗായകനാവുന്നത്. നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. അത് സംവിധായകൻ സുരേഷ് ബാബു എനിക്ക് തന്ന ഒരു അവസരമാണ്. ബിച്ചു തിരുമല, SP വെങ്കടേഷ്, അവരുടെ സപ്പോർട്ടും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ചിത്രയോടൊപ്പം പാടാൻ അവസരം കിട്ടിയ ഒരു ഗായകനാണ്. പ്രായിക്കര പാപ്പാൻ വിതുര ശ്രീ പ്രസന്ന തിയേറ്ററില് ഈ സിനിമ അവിടെ വന്നപ്പോ മാറ്റിനിക്ക് ടിക്കറ്റ് കിട്ടില്ല, ഹൗസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് ഷോയ്ക്കും പക്ഷേക്കും ഹൗസ്ഫുൾ ആയിരുന്നു. അത് പിറ്റെന്നാണ് എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയത്. അന്ന് നീ എന്ത് ചെയ്യായിരുന്നടാ? ഞാൻ പിന്നെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നു. ഞാൻ 30 വയസ്സ് ഞാൻ എന്ത് ചെയ്യായിരുന്നു? ആ ഒരു കളക്ടറാണ് ഇപ്പൊ എടാ, ആ സിനിമ കാണുന്ന ഞാൻ റബ്ബർ പറക്കി തല്ലിക്കൊണ്ട് കൊടുത്ത് ആ പൈസ കൊണ്ടാണ് ആ സിനിമ ഞാൻ. ഇന്ന് എറണാകുളത്ത് വണ്ടിക്കൂലി അങ്ങനല്ലേ ഒപ്പിക്കണത്? അത് പറഞ്ഞാണ്ടി ഇറക്കി. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു കൊള്ളായിരുന്നു, എനിക്കിഷ്ടമായി. ഞാൻ ഇതുവരെ അനുകരിച്ചിട്ടില്ല. തങ്കച്ചന്റെ അറ്റംപ്റ്റ് എനിക്കിഷ്ടമായി. ഈ കോംബോ പിന്നെ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് ഓഡിയൻസ് ഒന്ന് പറയൂ. അത് മാത്രമല്ല, ഈ കോംബോ ഒന്നിനു ശേഷം ഒരു ടെൻഷൻ ഇല്ല, തലപ്പിരാന്തില്ല. എല്ലാരും ഒരു കൈയടി കൊടുക്കും ഈ കോംബോയ്ക്ക്. ഇവള് അതന്നെ അനു ഈ സമയത്ത് നേരത്തെ ഉള്ള ഒരു കോംബോ ഇല്ലേ, ആ കോംബോ അല്ലാതെ പാമ്പ്, ആ പാമ്പ് പുറത്തുനിന്ന് കാണുന്നത് ഇവിടെയും കാണാനില്ല. അത് കയറി വരാൻ കേക്കല്ലേനു താല്പര്യമില്ല. മക്കളെ, എപ്പിസോഡില് പല ഡ്രസ് മാറിയിട്ട് കാര്യമില്ല, പെർഫോം ചെയ്യണം. അടുത്ത ഡാൻസ് ഉണ്ടെന്നുണ്ട്. അവന്റെ വിധി ആരുടെ അതവാക്യൻ. ദേവി നിന്നേക്കാളും നല്ല അസലായിട്ട് ചെയ്തു, അക്ഷരം പോലും തെറ്റിക്കാതെ. എന്തായാലും നിങ്ങളുടെ ഈ ഒരു കോമ്പോന് താങ്ക് യു. അടുത്തതായിട്ട് നീലക്കണ്ണ എന്നുള്ള എവർഗ്രീൻ സോങ് അത് പെർഫോം ചെയ്യാനായിട്ട് എന്താ പറയാ, നമ്മുടെ അഖിലേട്ടനും അതുപോലെ തന്നെ ഡയാനയാണ് വരുന്നത് കേട്ടോ. ഇവരുടെ കോംബോ എങ്ങനെ ഉണ്ടാവും ഈ ഫ്ലോറിൽ നമുക്ക് നോക്കാം. ജഗദീഷ് ഏട്ടൻ റെഡിയാണോ? റെഡി.
ചേട്ടാ നമുക്ക് ഒളിച്ചോടിയാലോ? ഞാനത് അങ്ങോട്ട് തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഡാൻസിന്റെ അവസ്ഥ വെച്ച് നമുക്ക് ഇവിടെ ഒളിച്ചോടുന്നാണല്ലോ. ഈ ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് ചിലർക്ക് കാണും, എന്നാലും കുഴപ്പമില്ല. അല്ല, സ്കിറ്റ് വേണ്ട. അപ്പോ സ്കിറ്റ് അല്ല, സ്കിപ്പാണ് വേണ്ടത്. ഇവിടുന്ന് സ്കിപ്പ് ചെയ്യണം. എന്തിനിവിടെ സ്കിറ്റ് കളിക്കണം? തമാശ പറയല്ലേ? പിന്നെ ചേട്ടന്റെ ജഗദീഷ് അടിപൊളിയായിരുന്നു. ഞാൻ ജഗദീഷ് ചെയ്തില്ലല്ലോ. അല്ലേ? ഇതിന് മുമ്പ് 2 ജഗദീഷിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി, എന്തിനാണ് അദ്ദേഹത്തെ ഇരുത്തി വെറുതെ നമ്മൾ നാട്ടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇതൊരു നാടകമാക്കി കളിച്ചതേ ഉള്ളൂ. നാടകോ? അതെ അതെ അതെ. എന്നാ പിന്നെ നമ്മുടെ നാടകത്തിന്റെ പേരെന്താ? ഈ നാടകത്തിന്റെ പേരാണ് നിവർത്തികേട്. ഈ നാടകത്തിന്റെ പേരും എന്റെ അവസ്ഥയും ഒന്നാണ്. സെയിം ടു സെയിം. അതെ 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 അതെ. ചേട്ടൻ കൊച്ചിങ്ങാനിയായിട്ട് കളിച്ചതല്ലേ? വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഡാൻസിൽ ഈ കുട്ടിയായിരുന്നു പെർഫോം ചെയ്യേണ്ടത്. താലുപടിക്ക് വരാൻ പറഞ്ഞിട്ട് വന്നില്ല. അങ്ങനെയാണ് ഇഞ്ചിയായി പാടെ പോയിരിക്കുന്നത്. ഡാൻസ് കളിക്കാൻ പറ്റുന്നത്. അതിന്റെ ഒരു കൊതിക്കറവ് വേറെ ഉണ്ട്. ചേട്ടാ ഇന്നലെ റിഹേഴ്സലിലൊക്കെ കറക്റ്റ് ജഗദീഷ് ആയിരുന്നു. ഇപ്പൊ ചേട്ടനെ കണ്ടപ്പോ മാറിപ്പോയതാണ്. അതാണ് എന്റെ ആദ്യത്തെ ഓട്ടം തന്നെ പ്രേംകുമാറായി പോയി. പിന്നെ കറക്റ്റ് ഇവിടെ വന്ന് നിന്നപ്പം പറയാതിരിക്കാൻ വയ്യ. പറയാ ചിലമ്പിൽ ജലീൽ ഉള്ളടക്കത്തിലെ ലാലേട്ടൻ സോ മച്ച്. ഉമ്മ വയ്ക്കല്ലേ ചേട്ടാ, ഞാൻ എങ്ങനെ ഇരുന്ന്? നീ കസേരയിലിരുന്നു. ഒരു കാര്യം ചെയ്ത് അഖിലേട്ടാ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ജനാർദ്ദൻ ചെയ്യുമ്പോ അസൽ അഖിലേട്ടൻ. ഓക്കെ, സൂപ്പർ. നല്ല കൊറിയോഗ്രാഫി, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര മൂടായിരുന്നു കാണാൻ. പിന്നെ അങ്ങനെ പക്ഷെ ഈ ചെലമ്പിൽ ചെല്ലില്ല. വീടിനടുത്തുള്ളതാണെങ്കിൽ അത് തന്നെ കറക്റ്റ് അണ്ണൻ നാടത്തിക്കും പോലെ. അതാണ് നമ്മളൊരു ഇൻസ്പിറേഷൻ വേണം. എന്നാ അങ്ങോട്ട് പോട്ടെ. ചന്ദ്രലേഖ, എനിക്കൊരാഗ്രഹമുണ്ട്. ഇപ്പൊ കാണിച്ച സ്റ്റെപ്സുകളിൽ കുറച്ച് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാം. തീർച്ചയായിട്ടും. നാളെ വീട്ടിൽ കാണുമോ അഖിൽ? അല്ല, ഞാൻ ഇനി ഇലക്ഷന്റെ റിസൾട്ട് എന്റെ അന്നേ വീട്ടിൽ പോകും. കാരണം ഇത് ടെലികാസ്റ്റ് ചെയ്ത് ആൾക്കാർ കണ്ടു ഇതിന്റെ ചളുപ്പൊക്കെ മാറി ഇലക്ഷൻ റിസൾട്ട് ആകുമ്പോൾ അതിന്റെ ബാക്കിൽ നിന്ന് പോകും. ആ സമയത്ത് നൈസിന് വീട്ടിൽ കയറാം. ഇത് അതുവരെ ഓടൂല മോനെ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ കുറെ സ്റ്റെപ്സ് എനിക്ക് കാണാൻ കണ്ടാ കേള്. നൈസ് അങ്ങ് നാടക മൂഡ് പിടിച്ചോളാം. എന്തായാലും അവസരത്തിനൊത്ത് ഉയർന്നു. താങ്ക് യു കേട്ടോ. പിന്നെ ഈ ജഗദീഷേട്ടന്റെ മാനറിസം അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് വിട്ട് കളഞ്ഞത്. അതാണ് എന്റെ ബ്രില്യൻസ്. അതങ്ങ് ബ്രില്യൻസ് ആക്കിയത്. റീഎനാക്ട് ചെയ്യാന്ന് പറയുന്നത് ബിന്ദുജ മേനോൻ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്ത ഒരു സീക്വൻസ് ആണിത്. പിന്നെ നല്ല സൂപ്പർ പാട്ട്. അതെ, അതില് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബിന്ദുജ സ്കോർ ചെയ്ത ഒരു സോങ് സീക്വൻസ് ആണ്. അതിവിടെ നിങ്ങൾ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു, റീക്രിയേറ്റ് ചെയ്തു. ഗുഡ്. ഓക്കെ, താങ്ക് യു കേട്ടോ. പറയാതിരിക്കാൻ പറ്റൂല. ഡയാന നന്നായിട്ടുണ്ട്. ഡയാന ഓക്കെ, താങ്ക് യു. ചേട്ടാ നന്നായിരുന്നു കേട്ടോ. ഞാനും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. നീ കൂടെ ഇല്ലാത്തതാണ് ഇതിന്റെ വെറൈറ്റി. ഡയാന നന്നായിരുന്നു കേട്ടോ. ഡയാന ചന്ദ്രലേഖന ലാലേട്ടൻ. അല്ല, ഇത് പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കണം ഇത് ആരായിരുന്നു എന്നുള്ളത്. ഗുഡ് ജോബ്. താങ്ക് യു, താങ്ക് യു. ലൈറ്റ് ഒന്ന് ഫെയ്ഡ് ചെയ്ത് പോവാറുണ്ട്. ലക്ഷ്മി, ഒരു സംഭവം ഉണ്ടോ? മീര ജാസിനെ മോർഫ് ചെയ്ത് പാലാ സജ്ജീവ. നമ്മൾ ഇതുവരെ കണ്ടതൊന്നും പെർഫോമൻസ് അല്ല. ഇതുവരെ കണ്ടത് ജസ്റ്റ് സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു. പക്ഷെ ജഗദീഷ് ചേട്ടന്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായിട്ടുള്ള എൻ ഹരിഹർ നഗറാണ് തൃശ്ശൂർ പൂരമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോണേ. അപ്പോ പാലാസജ്ജി വിളിച്ചാലോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫ്ലവേഴ്സിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് എന്തേലും പോണത് പോലെ അല്ല ഞാൻ ഇറങ്ങി വരണത്. ചേട്ടാ, ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആ പെരിയോന് വേണ്ട പാവം. അപ്പൊ ഇൻ ഹരിഹർ നഗറിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഇൻ ഹരിഹർ നഗറിലെ ആളെ മാറരുത്. ഇത് സാക്ഷാൽ ജഗദീഷ് ചേട്ടനാണ് കേട്ടോ. സർപ്രൈസ് 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 സർപ്രൈസ്. മികച്ച പെർഫോമൻസിന് ശേഷം നിങ്ങൾ പ്രേക്ഷകർ എന്നെ പറയൂ.
എന്തോടെ പ്രാവ് തൂറി എന്ന് തോന്നുന്നു. പ്രാവലടെ കാക്ക കാക്ക. കേരളത്തിലെ എല്ലാ മിമിക്രിക്കാരും കാക്ക തൂറി എന്ന് പറഞ്ഞിട്ട് ബിനീഷ് ബാസ് അത് വെച്ചൊരു പാട്ടും ഉണ്ടാക്കി. അതുകൊണ്ട് ആ ഡയലോഗ് ഞാൻ വിട്ടു. ഇപ്പൊ ഞാനിത് പ്രാവ് തൂറി എന്നാക്കി. ഞാനൊരു കാര്യം പറയട്ടെ, നാളെ മായ വരുമ്പോൾ ആദ്യം എന്നെ ആയിരിക്കും നോക്കുന്നത് മായ. അല്ല, അല്ലെങ്കിലും അവള് നിന്നെ നോക്കൂടെ. താങ്ക് യു ഞങ്ങൾക്ക് കണ്ണിട്ടടയ്ക്കാൻ വേണ്ടി നിന്നെ കോലം കെട്ടി കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് അവള് നിന്നെ നോക്കൂടെ. മായ ഞാൻ കിട്ടും. അസീസ് ഇപ്പൊ എന്താ പറഞ്ഞത്? അസീസ അശോകൻ അശോകൻ ഇപ്പൊ എന്താ പറഞ്ഞ? മായ ഞാൻ കിട്ടും. അതിനു മുമ്പ് അവളെ സഹോദരന്മാർ നിന്നെ പിടിച്ച് കെട്ടൂടെ. ഇന്നലെ മായ ബസ് നിറഞ്ഞപ്പോ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചത് എന്താണ് കാത്തു മാത്രമൊന്നുള്ളേ, ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് എന്നെ നോക്കി. അതിന്റെ അർത്ഥം മായയുടെ മനസ്സിൽ ഞാനാന്നല്ലേ? അങ്ങനെയല്ല, അവൾ നിന്നെ കണ്ടപ്പോൾ അവിടെ കരുത്തിട്ടിരുന്ന മാല നീ പൊട്ടിച്ചോണ്ട് പോകുന്നു പറഞ്ഞ അവള് പൊത്തിപ്പിടിച്ചത്. ഈ കൂടുതൽ മഹാദേവനേതാ? മഹാദേവനേതാ? ഞാൻ പറയടേ, ഞാൻ തരടേ, പറയടേ. അതാ ഈ അപ്പുക്കുട്ടൻ ഒറിജിനൽ ആണോ അതോ ഡൂപ്പാണോ? എന്നെ ഒഴിച്ച് നിങ്ങളെല്ലാം ഡൂപ്പോണ്ടേ, ഞാൻ തന്നെ ഒറിജിനൽ. പറയടേ. നിങ്ങൾ എല്ലാരും വന്ന് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളെ 4 പേര് നിൽക്കുന്നില്ലേ, അതിൽ യഥാർത്ഥത്തിൽ ഒറിജിനൽ ഞാനാണ്. അതെങ്ങനെ ശരിയാകും? ഞാനല്ലേ ഒറിജിനൽ? അത് ശരിയാവില്ല. നിങ്ങൾ വന്നപ്പോ ഒറിജിനൽ ഞാനാണ് ചെയ്തത്, അതുകൊണ്ട് 100 മാർക്ക്. മായ വന്ന കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. ആകെ ഒരു ഒറിജിനൽ അപ്പുക്കുട്ടനെ ഉള്ളൂ. ആ ഒറിജിനൽ അപ്പുക്കുട്ടൻ ദേ ഇരിക്കണു, നമ്മുടെ ജഗദീഷ് ചേട്ടൻ. അപ്പൊ ഇതിന് ക്ലൈമാക്സ് ആയിരിക്കണ്ടേ? ക്ലൈമാക്സ് ഞാൻ തന്നെ പറഞ്ഞോളാം, ഹെൽപ്പ് എനിക്ക് വേണ്ട. ക്ലൈമാക്സ് ഞാൻ പറയട്ടെ, കേക്കണത് അത് കൂടെ അങ്ങ് പറയൂ. തോമസ് ഊട്ടി വിട്ടോടാ. അതാ നല്ലത്, വിട്ടോ. ഏറ്റവും അധികം മുകേഷ് ചേട്ടൻ ഒന്ന് ഓടി വരും പ്ലീസ്. ഞാൻ തിരിഞ്ഞിരിക്കുകയാണ്, കാരണം എനിക്ക് പേര് ചൂണ്ടി വിളിക്കാൻ അറിയില്ല. ഇതിൽ ഏതാ മുകേഷ് ചേട്ടൻ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയോ? അറിയില്ല. ഇതിൽ ഏതാ മുകേഷ് ചേട്ടൻ എന്നുള്ളത് അവരൊന്ന് വരും. ജഗദീഷ് ചേട്ടൻ വരട്ടെ. ഇനി അശോകൻ ചേട്ടൻ വരും. ഇനി ഞാൻ വിളിക്കാം, ജിഷൻ വരൂ. അശോകൻ ചേട്ടനെ ഒന്നും കൂടെ ഒന്ന് കാണിക്കോ? പേയ്മെന്റ് കൂടും. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഒറ്റ ഇതേ കളിക്കും. അല്ല, ജസ്റ്റ് ആ ശബ്ദം ഒന്ന് വെച്ച് ഒന്നും കാണിക്കോ? ഞാന് മായ വന്ന് താഴെ നോക്കിയപ്പോ നെഞ്ചത്ത് കൈവച്ച് എന്നെ നോക്കിയത്. അല്ല, നല്ലായിരുന്നു. അതെ അതെ, നല്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ദേഷ്യം പറ്റില്ല പിന്നെ. ഞങ്ങൾക്ക് ജഗദീഷ് ചേട്ടാ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ഒരു പെർഫോമൻസിനെ കൂടെ ഈ ഒരു ക്ലൈമാക്സ് കമന്റ് ഇവിടെ ഒന്ന് വന്ന് നിന്ന് പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ചിരിയുണ്ടല്ലോ. അല്ല, ഞാൻ ആലോചിച്ചത് ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനേക്കാളും എനിക്ക് പറയാൻ സന്തോഷം നൊസ്റ്റാൾജിയാണ്. ഇത് ഇൻ ഹരിഹർ നഗർ, ടു ഹരിഹർ നഗർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ, ഈ 3 ചിത്രങ്ങളുടെയും ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട രസകരമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഓടിയെത്തി. കാരണം ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന ചിത്രം രാംജി റാവു എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം സിദ്ദിഖ് ലാൽ ഒരുക്കുന്ന ചിത്രം എന്ന നിലയിൽ അതിലേക്ക് ഒരു ക്ഷണം വന്നപ്പോൾ, ഇങ്ങനെ ഒരു റോള് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം സിദ്ദിഖ് ലാലിൻ്റെ അടുത്ത ചിത്രം രാംജി റാവു അത്രത്തോളം ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത് എനിക്കൊരു വലിയ ടേക്ക് ഓഫ് ആകാൻ പോകുന്ന ഒരു സിനിമയാണെന്നുള്ള ഫീലിങ്ങോടുകൂടി മുകേഷിൻ്റെ കാറിലാണെന്ന് തിരുവനന്തപുരത്ത് നിന്നും ലൊക്കേഷനിലേക്ക് വരുന്നത്, എറണാകുളത്തേക്ക്. അപ്പം മുകേഷിന് ജ്യോത്സ്യത്തിലൊക്കെ കുറച്ച് വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ മുകേഷിൻ്റെ അന്നത്തെ ഒരു മഞ്ഞ സെൻ കാറുണ്ട്, ആ കാറിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ മുകേഷ് ഞാനും കൂടെ ഇങ്ങനെ വരുമ്പോൾ ആദ്യം എതിരെ ഒരു ആന വന്നു. അപ്പൊ മുകേഷ് പറഞ്ഞു, എടേ ആന ശുഭലക്ഷണമാണ്, ഒന്നും നോക്കണ്ട, ഇത് സൂപ്പർ ഹിറ്റ്. കുറെ കഴിഞ്ഞ് കൊല്ലമൊക്കെ കഴിഞ്ഞ് പോയപ്പോ വീണ്ടും 2 ആനകൾ. എന്തുവാടി ഇത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ വീണ്ടും 2 ആന. മുകേഷ്, ഇത് എന്തുവാടി, ഇനി എന്ത് ഹിറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ചെന്നാൽ ഉത്സവ സീസൺ ആയതുകൊണ്ടാണ് ആനകൾ വരുന്നത്. പക്ഷെ മുകേഷിന്റെ പക്ഷെ തോട്ട് വളരെ കറക്റ്റായി, അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. പിന്നെ ആ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങളിവിടെ കാണിച്ചതുപോലെ അതിൽ റിയലി മഹാദേവനും അപ്പുക്കുട്ടനും ഗോവിന്ദൻകുട്ടിയും തോമസ് കുട്ടിയും കൂടെ കോമ്പറ്റീഷൻ കാണിച്ചതുപോലെ തന്നെ
ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം ആക്ടേഴ്സ് എന്ന നിലയിൽ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഉണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ ഇനി എന്തായിരിക്കും, അതെങ്ങനെ ഒക്കെ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ ആണ് ഉറങ്ങാൻ കിടക്കുന്നത്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ലൊക്കേഷനിൽ ഏറ്റവും ആദ്യം എത്തുന്നത് ഞാനായിരിക്കും. അപ്പോൾ ആദ്യം എത്തി ഞാൻ എൻ്റെ സീൻ വായിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരായി എഴുതി തുടങ്ങും. അവിടെ തന്നെ മുകേഷ് വന്നിടം പറയും, ഇടേ നേരത്തെ എത്തിയെന്ന് എഴുതി കൂടുതൽ ഡയലോഗൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്യാരക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ മുകേഷും അശോകനും ഞാനും സിദ്ദിഖും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ വർക്ക് ചെയ്ത ചിത്രങ്ങളാണ് ഈ മൂന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ അനുഭവങ്ങൾ എല്ലാം തന്നെ വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. അതിൽ പെർഫെക്ഷൻ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇവരെല്ലാവരും അതിനെ രസകരമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അത് മുകേഷിനെ പോലെ തോന്നിയോ ജഗദീഷിനെ പോലെ തോന്നിയോ ജഗദീഷ് ഇങ്ങനെ ആയിരുന്നോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. പ്രേക്ഷകർക്കും അതൊരു നല്ല അനുഭവമാണ്. പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച 3 ചിത്രങ്ങളുടെ സീക്വൻസുകൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെയാണ് പ്രേക്ഷകർ നിൽക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മേക്കിംഗ് വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് ഹിറ്റായി. അതെ അതെ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രോമാഞ്ചം വരാം. അതെ 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 അതെ. സിദ്ദിഖ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ആ സംവിധായകൻ ഈ സന്തോഷകരമായ നിമിഷങ്ങളുടെ ഇടയിലും സിദ്ദിഖ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത്രയധികം ഇൻവോൾവ് ആയിട്ട് നമ്മളെയൊക്കെ ക്യാരക്ടേഴ്സാക്കി മാറ്റുന്നതിൽ സിദ്ദിഖ് ആയിക്കോട്ടെ ലാലായിക്കോട്ടെ അവരെടുത്ത എഫേർട്സ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് സംവിധായകരുമായിട്ട് എനിക്ക് അവരോട് ഏറെ കടപ്പാടുണ്ട്. അതിൽ ഒരു വലിയ സ്ഥാനം സിദ്ദിഖ് ലാൽമാർക്കുണ്ട്. ഈ ഒരു വേളയിൽ എന്തായാലും ഇത്രയും പെർഫോമൻസസ് നമ്മൾ ചെയ്ത് ശരിക്കും ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് നമ്മൾ വന്നേ. ഒരു ന്യൂ ജനറേഷൻ വൈബും ആ ഒരു പൾസും ചേട്ടൻ്റെ ഒരുപാട് നൊസ്റ്റാൾജിയാസും എല്ലാം മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊന്നും ഇങ്ങനെ സ്കിറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മിമിക് ചെയ്യുന്നത് നമ്മൾ ഇന്നാണ് സത്യം പറഞ്ഞാൽ കാണുന്നത്. സുമ, തങ്കു ഒന്നും ഇങ്ങനെ വോയിസ് എടുക്കണ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇനീഷ്യേറ്റീവിനുണ്ടല്ലോ, അത് വലിയൊരു കൈയ്യടി തരികയാണ് കേട്ടോ. ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, ഒരു ഇരട്ടി സ്വീറ്റ്നെസ് ആക്കാനുള്ള ഒരു അത്യാഗ്രഹമാണ്. അതായത് ചേട്ടൻ ഇപ്പോൾ വളരെ സട്ടിലായിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാലും അധികം നമ്മൾ കാണാത്തൊരു സാധനമുണ്ട് ചേട്ടൻ്റെ ആ ഒരു കാക്കത്തൂറി എന്നാ തോന്നണേ. അതൊന്ന് ആ ഒരു ജഗദീഷ് അല്ല, അത് മാത്രം വേറെ ഒന്നും കൊണ്ട് പറയല്ല. അതിൻ്റെ ഒരു എഫക്റ്റിൽ ഏത് റോൾ ആണെങ്കിലും അതേപടി ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ആ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു ആർട്ടിസ്റ്റിനോട് ഇപ്പോൾ മമ്മൂക്കയോട് ചെന്നിട്ട് മമ്മൂക്ക ന്യൂഡൽഹിയിലെ ഡയലോഗ് അതേപടി അവതരിപ്പിച്ച് കാണിക്കാൻ നടക്കില്ല. കാരണം നമ്മൾ അപ്പുക്കുട്ടൻ വേറെയാണ്. നിങ്ങളുടെ സ്റ്റാർ മാജിക്കിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ സിറ്റുവേഷൻ തരൂ. അങ്ങനെയാണെങ്കിൽ ചേട്ടന്മാരുടെ സിറ്റുവേഷൻ കൊടുക്കും. എന്താണ് സിറ്റുവേഷൻ? ഒരു പലചരക്കടയിലേക്ക് സാധനം പൈസ കൊടുക്കാനുണ്ട്, എന്നിട്ടും അടുത്തൊരു സാധനം മേടിക്കാൻ അപ്പുക്കുട്ടൻ പറഞ്ഞിട്ട് ശരി അപ്പുക്കുട്ടാ ഇന്നലെ പിന്നെ നിങ്ങൾ ആദ്യം ചോദിക്കാൻ പാടില്ല, ഞാനാണ് ആദ്യം ചോദിക്കുന്നത്. ഉഴുന്നിന് എന്താ വില? ഉഴുന്നിന് ഇപ്പോ 60 രൂപ കിലോ. അര കിലോയ്ക്ക് എന്താ വില? അര കിലോയ്ക്ക് 30 രൂപയ്ക്ക് തരാം. അപ്പൊ 1 കിലോയ്ക്കോ? 60. അതെങ്ങനെ? അര കിലോയ്ക്ക് 30 ആയില്ലേ? 1 കിലോയ്ക്ക് 60 ആയില്ലേ? 60. അപ്പൊ 1 കിലോയ്ക്ക് എത്രയായി? 1 കിലോയ്ക്ക് 60. അര കിലോയ്ക്ക് 30 അല്ലേ? 1 കിലോയ്ക്ക് 60 അല്ലേ? 60. അപ്പൊ 2 കിലോയ്ക്ക് എത്രയായി? 20. അപ്പൊ അര കിലോയ്ക്ക് എത്രയായി? ഞാൻ ചോദിച്ചെന്തെന്നറിയോ? നിങ്ങൾ കണക്കിൽ പെർഫെക്റ്റ് ആണോ എന്ന് അറിയാം. ഇപ്പൊ താക്കോലോടെ അത് വേറെ ആ ക്യാരക്ടർ ആണ് ചോദിക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചോ. ചോദിച്ചോ. 1 കിലോ ത്രാസം പടി ഇവിടെ വെച്ചിരുന്നില്ലേ? ഇവിടെ വെച്ചിരുന്നോ ത്രാസം പടി? അതെ. അത് രാവിലെ കാണാനില്ല. അതല്ലേ ഇന്നും മുതലാളിയുടെ ഇന്നലെ രാവിലെ തന്നത്. ഇന്നലെ രാവിലെ കണ്ടോ? അതെ. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഇരുന്ന ആ സാധനം എവിടെ? ആ രാവിലെ എന്ന സാധനമല്ലേ മുതലാളി വൈകുന്നേരം എടുത്ത് ഇവിടെ വെച്ചത്? അതെ മുതലാളി, അത് ശരി. വൈകുന്നേരം അവിടെ വെച്ച ആ സാധനം അതിന്ന് രാവിലെ അത് എവിടെ വെച്ചു? രാവിലെ അതല്ലേ ഞാൻ മുതലാളിയുടെ തന്നത്. മുതലാളി ഇങ്ങനെ വലിച്ചപ്പോ കേറി പോയിക്കൊണ്ട് 1 കിലോ എന്ന് എഴുതിയ പടി അത് ഇന്നലെ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇവിടെ വെച്ചിരുന്നു. ഇന്ന് രാവിലെ മുതലാളിയുടെ തന്നു. അപ്പൊ അത് മുതലാളി എവിടെ വെച്ചു? അതാ മുതലാളി എവിടെ വെച്ചു? 1 കിലോ പടിയല്ലേ? ഞാൻ ചോദിക്കാം. ഇന്നലെ മുതലാളി ഇവിടെ വെച്ചോ? ഇന്ന് രാവിലെ ഞാൻ മുതലാളിയുടെ തന്നു.
അത് മുതലാളി എന്ത് ചെയ്തു? അതാണ് അതാണ് ഞാനും ചോദിക്കുന്നത്. മുതലാളി എന്ത് ചെയ്തു? അതാണ് ഞാൻ ചോദിച്ചത്. ആ പടി ഉമ്മയല്ല, മുതലാളി വെറും അണ്ടനാണെന്ന്. ഇപ്പൊ പടി എവിടെ ഇരിക്കുന്നത്? കണ്ണൊക്കെ പുറത്തു വന്നിട്ട് വെള്ളം കുടിച്ചിട്ട്. ബ്രില്യൻസ്. എത്ര നാള് കഴിഞ്ഞ് ആ കഥാപാത്രങ്ങൾ കാണുമ്പോഴും നമ്മുടെ ഭാഗ്യമാണ് തൊട്ടപ്പുറത്ത് നിന്നിട്ട് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഏട്ടാ. താങ്ക്സ് അല്ല.